വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് പരാതിക്കാരി വിവാഹിതയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. മാത്രമല്ല, ഇത്തരം കേസിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമാണെന്നും കോടതി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിലാണ് കോടതിയുടെ നിരീക്ഷണം. കുറ്റകൃത്യത്തിന് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമ്മതം നേടിയതെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കേണ്ടതുണ്ടെന്നും എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ലെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. പ്രതി പരാതിക്കാരിയുമായി ഒന്നിലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും 9,30,000 രൂപ വാങ്ങിയെന്നുമാണ് കേസ്. പ്രതിക്കെതിരെ അനധികൃതമായി തടങ്കലിൽ വയ്ക്കൽ, ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. പരാതിക്കാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പിന്നീടാണ് അവർ വിവാഹിതയാണെന്നും 2 കുട്ടികളുടെ മാതാവാണെന്നും അറിഞ്ഞതെന്നുമാണ് പ്രതിയുടെ വാദം. ഇതിനുശേഷമാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയതെന്നും ഇയാൾ വാദിച്ചു. തുടർന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇവിടെ ശാരീരിക ബന്ധം പരസ്പര സമ്മതത്തിലൂടെയാണെന്ന് വ്യക്തമാണ്. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമ്മതം നേടിയതെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ കുറ്റകൃത്യമാകൂ. വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പരാതിക്കാരി പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീ വിവാഹമോചനം നേടാതെ വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സാഹചര്യം വ്യത്യസ്തമാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമാണെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഹൈക്കോടതി പറഞ്ഞു.